ഇപ്പോൾ കർണാടകയിൽ മണ്ണിടിഞ്ഞൽ ഉണ്ടായിട്ട് അർജുൻ അതിലകപ്പെട്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഒരു ആമഴിയഞ്ചാൻ തോടിൻ്റെ കാര്യം കേരളത്തിൽ നടന്നു. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് പിണറായി എന്തുകൊണ്ടും ഭേദമാണ് എന്നാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നാമതായി ഇത് രണ്ടും തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റില്ല. ആമയിഴഞ്ചാൻ തോടിലുണ്ടായത് ഒരു പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് തന്നെയാണ് ആദ്യത്തെ കാര്യം. ആ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണക്കാർ തിരുവനന്തപുരം കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും കുറച്ച് റെയിൽവേയുമാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കാരണം ആ മാലിന്യം മുഴുവൻ കൊണ്ടിട്ടത് റെയിൽവേ അല്ല, മാലിന്യം മുഴുവൻ കൊണ്ടിട്ടത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭയാണ്. നഗരസഭ കൊണ്ടിട്ടു എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ കഴിവുകേട് കൊണ്ടാണ് അത്രയധികം മാലിന്യം അവിടെ ഉണ്ടായത്. ആ സ്ഥലത്ത് പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. നേരെ മറിച്ച് അങ്കോലയിൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ, വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. പക്ഷേ അവിടെ ഉണ്ടായത് ഇതുപോലൊരു ചെറിയ ഒരു തോടിൻ്റെ വിഷയമല്ല. ഒരു വലിയ മല അങ്ങനെ തന്നെ ഇടിഞ്ഞു പോന്ന് 6-8 മീറ്റർ വെള്ളം മണ്ണ് മീതെ വീണ്, അതുമാത്രമല്ല നിരന്തരമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പട്ടാളം ഇറങ്ങിയിട്ട് പോലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല ആളെ. അപ്പോൾ അതുകൊണ്ട് ഇതിനും തമ്മിൽ താരതമ്യം ചെയ്ത് പിണറായി വിജയനാണ് നല്ലതെന്നൊന്നും പറയുന്നതിലൊരു കാര്യമില്ല. പിണറായി വിജയനല്ല ഇവിടെയും ചെയ്തത് അവിടെയും ചെയ്തത്, അതല്ല വിഷയം. ഏതെങ്കിലും ഒരു മന്ത്രിയല്ല അത് ചെയ്യുന്നത്. അവിടെ ഉണ്ടായ അപകടത്തിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ കവളപ്പാറയും പെട്ടിമുടിയൊക്കെ ഉണ്ടായ ദുരന്തത്തിൻ്റെ ഒരു പല മടങ്ങ് വലിയ ദുരന്തമാണ്. വലിയ തോതിൽ അവിടെ വീണ മണ്ണിൻ്റെ ഒരു അളവ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര കൂടുതലാണ്. മാത്രമല്ല കാലാവസ്ഥ നെഗറ്റീവായിരുന്നു. തൊട്ട് താഴെ പുഴയാണ്, കുറേ ആളുകൾ പുഴയിലൊഴിച്ച് മരിച്ചിട്ടുണ്ട്. ഇത് അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായാൽ ഇവിടെ മരിക്കും. അതിപ്പോൾ പിണറായി വിജയന് ഭരിക്കുമ്പോഴാണ് കവളപ്പാറയിൽ അത്ര ആളുകൾ മരിച്ചത്, അല്ലെങ്കിൽ പെട്ടിമുടിയിൽ ഇത്ര ആളുകൾ മരിച്ചത്. എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പെട്ടിമുടിയിലൊക്കെ ഒരു സംഭവം എത്താൻ തന്നെ കുറേ സമയമെടുത്തു. കാരണം അത് നമ്മുടെ ഇതുകൊണ്ട് NDRFും മറ്റ് സംഘങ്ങളും എത്താൻ തന്നെ സമയമെടുത്തു. ഇപ്പോഴും കവളപ്പാറയും പെട്ടിമുടിയും മരിച്ച മുഴുവൻ ആളുകളുടെ ബോഡി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും. അത് കാരണം കാലാവസ്ഥയൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിലൊരു താരതമ്യത്തിനൊന്നും ഒരർത്ഥമില്ല, ആ താരതമ്യത്തിന് അർത്ഥമില്ല. പക്ഷേ കർണാടകയിലെ അങ്കോല ജില്ലയിൽ ഉണ്ടായ വിഷയം അവിടെ ഇടപെടുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടായോ എന്ന് പ്രത്യേകം അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ പട്ടാളം വന്നിട്ട് പോലും അവിടെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ദുരവസ്ഥ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ആ താഴെയുള്ളൊരു പുഴ അതിന് ഒരുപാട് കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു വലിയ മല വെട്ടി അതിൻ്റെ സൈഡിൽ കൂടി റോഡ് ഉണ്ടാക്കി, ആ മല വീഴുന്നതിൻ്റെ ദൃശ്യം മാത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആമഴിയഞ്ചാൻ തോടുമായിട്ടല്ല ഇവിടെ ഒരു ഇതുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, അതിന് എന്തെങ്കിലും താരതമ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് കവളപ്പാറയോ പെട്ടിമുടിയോ പോലെയുള്ള സംഗതികളാണ്. കാരണം അത്രയും വലിയ മണ്ണാണ് ഇടിഞ്ഞു വീണത്. പിന്നെ ചെറിയൊരു JCB ഒന്നും കൊണ്ടു ചെന്ന് അവിടെ ചില ആളുകൾ പറഞ്ഞിട്ടു നമ്മുടെ നാട്ടിലാണെങ്കിൽ JCB വരും. ഒരു JCB ഒന്നും കൊണ്ടു ചെന്ന് അടുക്കാൻ പറ്റില്ല. JCB ഒന്നല്ല, അവിടെ ഈ ഫയർഫോഴ്സും NDRFും തന്നെ അവിടെ ഇടപെടുന്നത് വളരെ അപകടമായ അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. കാരണം ഇനിയും മഴ പെയ്താൽ ആ മല ഇനിയും ഇടിയാം. മല ഇടിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കൊന്നുമല്ല ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ താരതമ്യം ചെയ്യുന്നതിനൊരർത്ഥമില്ല. അപ്പോൾ പെട്ടിമുടിയിൽ മരിച്ചതിനും കവളപ്പാറ മരിച്ചതിനും അല്ലെങ്കിൽ കൂട്ടിക്കൽ മരിച്ചതിനൊക്കെ പിണറായി വിജയൻ ഉത്തരവാദിയാണെന്ന് പറയേണ്ടി വരും. ആണെന്ന് നമ്മളാരും പറയുന്നില്ല, പ്രകൃതി ദുരന്തമാണ്. പക്ഷേ ഇവിടെയും ഒരു കാര്യം പറയേണ്ടതുണ്ട്. തിരുവനന്തപുരം നഗരസഭ ആണ് മാലിന്യത്തിന് കാരണക്കാരെങ്കിൽ ഈ റോഡ് ഉണ്ടാക്കിയ ആളുകൾ, ആ റോഡും ഞാൻ ആ റോഡിൻ്റെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ് ആ റോഡ് ഇപ്പോഴുള്ളത്. ഈ മല വെട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലും നിരവധി റോഡുകൾ ഇതുപോലെയുണ്ട് എന്ന കാര്യം മറക്കണ്ട. കാരണം ഇത്രയും വലിയ മലയാണോ ഇതിനേക്കാൾ വലിയ മലയാണോ എന്നറിയില്ല. ഒരു സൈഡ് കുഴിയും, ഇവിടെ നദിയാണ്, അവിടെ കുഴിയാണ്. നമ്മുടെ നാട്ടിലെ പല ഗ്യാപ്പ് റോഡ് പോലെയുള്ള പല റോഡുകളിലൂടെയും നമ്മൾ പോയാൽ, ഇപ്പോൾ ഇവിടേക്കുള്ള വയനാട് ചുരം കയറി പോയാലും അല്ലെങ്കിൽ മറ്റേ മൂന്നാറിലേക്കുള്ള ചുരം നമ്മൾ കയറുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒരു വശത്ത് മല വെട്ടി മറുവശത്ത് കൊക്ക ഉള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് പോണത്. അപ്പോൾ എവിടെയെങ്കിലും ഈ ഉരുൾപൊട്ടലുണ്ടായാൽ ഇതുപോലൊരു അപകടം ഉണ്ടാവാം. നമ്മുടെ അവിടെ നിരവധി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ നേര്യമംഗലത്തും അടിമാലിയും ഇതുപോലെ വീണ് റോഡ് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് ആ വീണ സ്ഥലത്ത് കാറൊന്നും ഉണ്ടായില്ല, മനുഷ്യനുണ്ടായില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഇരിക്കൂർ റോഡിൽ അതെല്ലാ ദൃശ്യങ്ങളും ഇവിടെ വന്നതാണ്. ഒരു കുട്ടി അങ്ങോട്ട് മദ്രസയിൽ നിന്ന് കടന്നു പോയി 2 മിനിറ്റ് കഴിയുമ്പോൾ ആ റോഡങ്ങ് ഇടിഞ്ഞ് വീഴാണ്. റോഡ് ഇടിഞ്ഞ് വീടൊക്കെ കൂടി റോഡിലേക്ക് വീണു. ആ റോഡിലേക്ക് വീണ ദൃശ്യം കണ്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കുട്ടിയുടെ ഒരു ഭാഗ്യം. ഞാൻ പറഞ്ഞത് ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കേരളത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പിണറായി വിജയനും അല്ലെങ്കിൽ വേറൊരാളും തമ്മിലുള്ള താരതമ്യത്തിലേക്കൊക്കെ പോയാൽ
ഈ 1/2 കിലോമീറ്റർ വരുന്ന തോടിൽ ചെയ്യുന്നൊരു രക്ഷാപ്രവർത്തനവും ഇതിനുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പക്ഷേ 3 ദിവസം വെറുതെ പാഴാക്കി കളിയാണ് ചെയ്തത്. രക്ഷാപ്രവർത്തനം തുടങ്ങിയില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ. അപ്പോൾ അവിടുത്തെ സർക്കാരിൻ്റെ ഒരു വീഴ്ചയായിട്ടല്ലേ നമ്മൾ കണക്കാക്കേണ്ടത് അത്? അല്ല, ഞാനതിൻ്റെ വിശദാംശങ്ങൾ 3 ദിവസം എപ്പോൾ തുടങ്ങിയെന്നൊന്നും പറയുന്ന അർത്ഥമില്ല. കാരണം അവിടുത്തെ ഒരു സാഹചര്യം നമുക്കുണ്ട്. അവിടേക്ക് ചെല്ലാൻ കഴിയാത്ത, അടുക്കാൻ കഴിയാത്ത തരത്തിൽ അവിടെ കനത്ത മഴയുണ്ടായിരുന്നു, ഇനിയും അവിടുന്ന് ഉരുൾപൊട്ടും എന്ന ഭീഷണി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും അത് അന്വേഷിക്കട്ടെ. 3 ദിവസം വൈകിച്ചിട്ടാണോ ചെയ്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുപറ്റി. എന്തായാലും മന്ത്രി നേരിട്ട് വന്നിട്ട് അവിടുത്തെ തലസ്ഥാന നഗരത്തിലൊന്നും അല്ലല്ലോ ഇതുണ്ടായത്, എത്രയോ ദൂരെ ഒരു സ്ഥലത്താണ്. മുഖ്യമന്ത്രി നേരിട്ട് വന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നേരിട്ട് വന്നോ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമല്ല. അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവനാണ് ഇവിടെ പ്രധാനമാകുന്നത്. അതുകൊണ്ട് അത് പരിശോധിക്കപ്പെടണം. അത് വേറൊന്നുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാരണം അത് ഏത് ഗവൺമെൻറ് ആയാലും, ഈ ഗവൺമെൻറ് ആയാലും മറ്റൊരു ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അതിന് എന്തെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും കേരള സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് ചോദിക്കുന്നില്ല. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ കാര്യം അറിഞ്ഞത് 4ാമത്തെ ദിവസമാണ്. ഈ സംഭവം ഉണ്ടായിട്ട് 4ാമത്തെ ദിവസമാണ് ഇക്കാര്യം അറിഞ്ഞത്. ഇത് സുരേഷ് ഗോപിയുടെ ജനപ്രതിനിധിയായ ഒരു ആൾക്ക് വീഴ്ച പറ്റുന്നതല്ലേ? ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി നേരിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ ആരും രാവിലെ ഫോൺ വിളിച്ച് പറഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ, കേരളത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, കേരളത്തിലെ ഒരാൾക്ക് ഒരു ഗുരുതരമായ പ്രശ്നമുണ്ടാകുമ്പോൾ അക്കാര്യം അദ്ദേഹത്തെ അറിയിക്കേണ്ട ആളുകളുണ്ട്. ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട്, പാർട്ടി സംവിധാനങ്ങളുണ്ട്. അവരാരും അറിയിച്ചില്ലെങ്കിൽ അത് സുരേഷ് ഗോപി അറിയാത്തത് സുരേഷ് ഗോപിയുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ അറിയിക്കേണ്ടവർ അറിയിച്ചില്ലെങ്കിൽ, വേണ്ട സമയത്ത് ഒരു കേന്ദ്രമന്ത്രിക്ക് അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അത് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ളതൊക്കെ പരിശോധിക്കണം. അദ്ദേഹം ശ്രദ്ധിക്കാതിരുന്നതാണെങ്കിൽ അത് അദ്ദേഹത്തിനുള്ള കാര്യം അറിയിച്ചിട്ട് വേണ്ടല്ലോ ന്യൂസുകളിലും. അല്ല, ഞാൻ പറഞ്ഞ് അദ്ദേഹം ഒരു പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ന്യൂസ് കാണുന്ന ആളാവില്ല. ഞാൻ അങ്ങനെ കാണുന്നില്ല. ഒരു മന്ത്രി എല്ലാ കാര്യവും എല്ലാ വാർത്തയും വായിച്ചുകൊള്ളുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ അറിയിക്കാനൊരു വലിയ സംവിധാനം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ വലിയൊരു സംഘം ഉണ്ടല്ലോ, അദ്ദേഹത്തിനൊരു പാർട്ടി ഉണ്ടല്ലോ. കേരളത്തിലൊരു യുവാവിനെ കാണാതായി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോ അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കണമല്ലോ, ഇതിൽ ഇടപെടൽ വേണം, കേന്ദ്ര ഇടപെടൽ വേണമെന്ന്. അതുണ്ടായില്ലല്ലോ. അതാണ്. വീണ ജോർജ് ഈ അങ്കോലയിലേക്ക് പോവാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? അല്ല, ഞാൻ വീണ ജോർജ് പോയില്ല എന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. കാരണം വീണ ജോർജിന് അവിടെ ചെന്നാൽ ഒന്നും ചെയ്യാനില്ല. അവിടെ ചെന്നാൽ ഒന്നും ചെയ്യാനില്ല. അവർക്ക് അതിനുള്ള എഫിഷ്യൻസി ഇല്ല, അവർക്ക് അതിനുള്ള കാര്യപ്രാപ്തി ഇല്ല. പക്ഷേ ഏതർത്ഥത്തിൽ കേരള സർക്കാർ ഇതിൽ ഇടപെട്ടു എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. അത് നമുക്ക് വേറെ പരിശോധിക്കണം. വീണ ജോർജ് പോകാതിരുന്ന അവർ പറഞ്ഞ് ഞങ്ങൾ മലപ്പുറത്ത് നിപ്പയായിരുന്നു, നിപ്പയുടെ സ്ഥലത്താണ്. നിപ്പയുടെ സ്ഥലത്ത് എന്തിനാണ് മന്ത്രി നിൽക്കണമെന്നുള്ളത് ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ നിപ്പയുടെ രോഗിയുടെ അടുത്ത് മന്ത്രി പോയി ആശ്വസിപ്പിക്കലൊന്നുമല്ല മന്ത്രിയുടെ പണി. നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുകയും മന്ത്രി പോകാതെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയുകയാണ്. ഇതിപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. കേരളം പോലെ ആരോഗ്യത്തിന് വളരെ പേര് കേട്ട ഒരു സ്ഥലം, ലോകപ്രസിദ്ധമാണല്ലോ കേരള ആരോഗ്യ മാതൃക. ആ ആരോഗ്യ മാതൃകയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ ഇപ്പോൾ മാത്രമല്ല, ഒരു ദിവസം 10,000 12,000 ആളുകൾ പനിയായി ആശുപത്രിയിൽ ചെല്ലുന്നു ഒരു വശം. മറുവശത്ത് ഡെങ്കുപ്പനി വ്യാപകമായി വരുന്നു. നിപ്പ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടത് 6 പേർക്ക് കൂടി നിപ്പ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോൾ വാർത്ത കേൾക്കുന്നത്. 6 പേർക്ക് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന്. ഇത്രയധികം രോഗാതുരമായ അല്ലെങ്കിൽ പകർച്ചവ്യാധി പടരുന്നൊരു സ്ഥലമായി കേരളം എങ്ങനെ മാറിയെന്ന്, അതിപ്പോൾ വീണ ജോർജ് മന്ത്രിയായതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇതുവരെ പഠിക്കാൻ നമ്മുടെ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല, സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ മന്ത്രിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഉടനെ റിപ്പോർട്ട് വാങ്ങിക്കും. ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഏതെങ്കിലും റിപ്പോർട്ടിൽ അവരൊരു നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതുവരെ ഒരു അറിവില്ല. ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ നടപടിയെടുക്കുക. അവരുടെ എഫിഷ്യൻസിയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ടെമ്പറിനെ കുറിച്ച് വന്നിട്ടുണ്ട്, പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി വീണ ജോർജ് എന്ന് പറയുന്ന അവരൊരു നല്ല മാധ്യമപ്രവർത്തകയായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ അവരെ പറ്റി പറയാനല്ല. പക്ഷേ നമ്മുടെ ആരോഗ്യ സംവിധാനം അതിൻ്റെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി അതിനെ ഫലവത്തായി പ്രവർത്തിപ്പിക്കാൻ, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പകർച്ചവ്യാധികളുടെയും ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും സാഹചര്യത്തിൽ
നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്.